ആരോഗ്യ ഡയറക്ടർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ആരോഗ്യവകുപ്പിൽ അനിശ്ചിതത്വം. പകർച്ചവ്യാധി പ്രതിരോധ നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗം നടന്നില്ല. ഹൈപവർ കമ്മിറ്റി DHSൽ തീരുമാനിച്ച യോഗമാണ് മുടങ്ങിയത്. വിവരങ്ങളുമായി സനിസയുണ്ട്. സനിസ, ആരോഗ്യ കേരളം പനി പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ഇത്രയും ഗതികെട്ടൊരു കാലത്ത് ആരോഗ്യ പ്രവർത്തകർ തന്നെ ഇങ്ങനെയൊരു മീറ്റിംഗ് പോലും നടത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് 2:30-ക്കായിരുന്നു ഹൈപവർ കമ്മിറ്റിയുടെ പകർച്ചവ്യാധിയിലെ പ്രതിരോധ യോഗം നടക്കേണ്ടിയിരുന്നത്. DHSൽ വെച്ചായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ യോഗം നടന്നിട്ടില്ല. ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നടക്കുമ്പോൾ 13,000-ലേറെ ആളുകൾ പകർച്ചവ്യാധി ബാധിച്ച് ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണ്. ഡെങ്കിപ്പനി, നിപ്പ, കുരങ്ങുപനി, അതുപോലെ തന്നെ എബോളയിൽ സംശയം, അങ്ങനെ വലിയ രീതിയിൽ സംസ്ഥാനം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ DHSൽ ആരായിരിക്കണം DHS അല്ലെങ്കിൽ ആ ചുമതല വഹിക്കേണ്ടത് ആരാവണം എന്ന തരത്തിൽ ഒരു വലിയ കസേരക്കളി ഇവിടെ DHSൽ നടക്കുന്നത്. ഇത്തരത്തിൽ ഇന്നലെയാണ് ഡോക്ടർ KJ റീനയ്ക്ക് അവരുടെ വകുപ്പ് സ്വീകരിച്ച നടപടി, അവരുടെ സ്ഥലമാറ്റ നടപടിയിൽ സ്റ്റേ ട്രൈബ്യൂണൽ നൽകിയത്. അതോടുകൂടി ഇന്ന് സ്വാഭാവികമായി അവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ വേണ്ടി ഇവിടെ DHS ആസ്ഥാനത്ത് എത്തുന്നു. തുടർന്ന് അവർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചെങ്കിൽ പോലും താൽക്കാലിക ചുമതല നൽകിയ ഡോക്ടർ V മീനാക്ഷി ആ കസേരയിൽ നിന്ന് മാറാത്ത ഒരു അവസ്ഥ വരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഇവിടെ പ്രതിരോധ യോഗം പോലും നടക്കാത്ത ഒരു സാഹചര്യമാണ്. ഇത്രയും പ്രതിസന്ധി സംസ്ഥാനത്തുള്ളപ്പോൾ, പകർച്ചവ്യാധിയിൽ വലിയ തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലായ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു പ്രതിരോധ മീറ്റിംഗ് പോലും നടത്താൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആരോഗ്യ വകുപ്പിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അതിലെ ഏകോപനത്തിൽ വലിയ വീഴ്ചയുണ്ടെന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഈ ഒരു സമയത്ത് ഉയർന്നു വരുന്നത്. എന്തായാലും ഇപ്പോഴും ഈ കസേരക്കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ താൽക്കാലികമായി നിയമിച്ച DHSും ഇന്ന് ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ട അല്ലെങ്കിൽ ചുമതല നിലവിൽ 2 ആഴ്ചത്തേക്ക് ഈ DHSന് KJ റീനയ്ക്ക് തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള വിധിയാണ് ഇന്നലെ ട്രൈബ്യൂണലിൽ നിന്നും വന്നത്. അവർ സ്വാഭാവികമായും ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും താൽക്കാലിക ചുമതല നൽകിയ DHS മാറാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ആരോഗ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ സംസ്ഥാനം പോകുമ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് പോലും നടക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഇതൊന്നും അറിയില്ല എന്ന ഒരു പ്രതികരണമാണ് ആരോഗ്യമന്ത്രി നടത്തുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോഴും ഈ കസേരക്കളി, ഈ ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇരുവരും ആരാണ് ഈ ചുമതല വഹിക്കേണ്ടത് എന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തീരുമാനം എടുക്കാൻ ആരോഗ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. ഇവരെ വിളിച്ച് ഈ പ്രശ്നം സാധൂകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിന്റെ ഏകോപനം നടത്തണം എന്ന ഒരു തരത്തിലുള്ള നിർദ്ദേശവും അവിടെ നിന്ന് നൽകിയിട്ടില്ല. പകരം ഇന്നലെ ട്രൈബ്യൂണൽ നൽകിയ ഈ ഒരു സ്റ്റേയിൽ KJ റീനയുടെ സ്ഥാനമാറ്റത്തിൽ നൽകിയ ഒരു സ്റ്റേയിൽ മേൽക്കോടതിയിലേക്ക് പോകാനാണ് ആരോഗ്യ വകുപ്പ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളാണ്, നടപടിക്രമങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. പ്രതിരോധ യോഗം മുടങ്ങുന്നു. ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആരോഗ്യ വകുപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ ഉള്ള ഒരു മുറവിളി, അതിൽ ഇടപെടാതെ ആരോഗ്യമന്ത്രി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിലൊരു ഈഗോയുടെ പ്രശ്നം എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് ഇവിടെ രാവിലെ ഒരു 10 മണി മുതൽ ഇവിടെ മുഖാമുഖം താൽക്കാലികമായി നിയമിച്ച DHSും നിലവിൽ സ്റ്റേ ഓർഡറോട് കൂടി തന്നെ ചുമതല വഹിക്കേണ്ട DHS KJ റീനയും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ അവരൊന്ന് എഴുന്നേറ്റ് മാറിയത് തന്നെ KJ റീന. എന്തായാലും പറഞ്ഞതുപോലെ ഇത്രയും ഗതികെട്ടൊരു കാലത്ത് അവിടെ കസേര കളി നടക്കുകയാണ്. വിവരങ്ങളാണ് സനിസ നൽകിയത്.